മുരിങ്ങയില കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു 1/4 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്നും കൂടി പോകരുത്. അതുപോലെ തന്നെ നമുക്കൊരു 3-4 കാന്താരി മുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരണം. ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് അരക്കണ്ട. ഇനി ഒരു ചട്ടി ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കടുകിട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1-2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 എണ്ണം ചെറിയ സൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 കൈപ്പിടി മുരിങ്ങയിലയാണ്. മുരിങ്ങയില നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്നതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മുരിങ്ങയില നമ്മൾ 2-3 മിനിറ്റ് വാട്ടിയെടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒന്ന് തിള വന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാന്താരിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്